ഇപ്പൊ പ്രായഭേദമന്യേ ഒരുപാട് ആളുകളെ അഫക്ട് ചെയ്യുന്ന സ്ട്രോക്ക് എന്ന രോഗത്തെ പറ്റി പറയാമോ? സ്ട്രോക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിലേക്ക് ഉള്ള രക്തക്കൊഴലുകൾക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു രക്തചംക്രമണം, രക്തത്തിന്റെ ആ ഒരു എത്തല് കറക്റ്റായിട്ട് തലച്ചോറിൽ എത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഇത് മൂലം രക്തത്തില് നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങളിലേക്ക് ശരിയായ രീതിയിൽ രക്തം എത്താതെ വരുന്നത് കൊണ്ട് കോശങ്ങൾക്കൊക്കെ അതിന്റെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരികയും അത് അതിന്റെ നാശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മസ്തിഷ്കത്തിൽ ആഘാതങ്ങൾ ഉണ്ടാകും. അതിനെയാണ് പക്ഷാഘാതം അല്ലെന്നുണ്ടെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. ഒന്ന്, തലച്ചോറിലേക്കുള്ള ഈ രക്തക്കൊഴലുകൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചിട്ട് ശരിയായ രീതിയിൽ തലച്ചോറിലെ കോശങ്ങളിലേക്ക് ബ്ലഡ് എത്താതെ വരുന്നു. ഇതിന് ഇസ്കീമിക് ഷോക്ക് എന്നാണ് പറയുന്നത്, സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രഷർ കൂടിയിട്ട് ഈ രക്തക്കൊഴലുകളിൽ അനുഭവപ്പെടുന്ന പ്രഷറിന് വ്യത്യാസം, അത് അമിതമായിട്ട് ഉണ്ടായിട്ട് രക്തക്കൊഴലുകൾ പൊട്ടുന്നു. അപ്പൊ ഈ രക്തം പുറത്തേക്ക് ഒഴുകുന്നു. അപ്പൊ കോശങ്ങളുടെ ഇടയിലേക്കൊക്കെ ഈ രക്തം ഒഴുകി വരുന്നു. അതുമൂലം കോശങ്ങൾ നശിക്കുന്നു. അങ്ങനെയുള്ളതും ഈ ഒരു സ്ട്രോക്കിലേക്ക് എത്തിക്കാറുണ്ട്. അതിനെ ഹെമറാജിക് സ്ട്രോക്ക് എന്നുമാണ് പറയുന്നത്. സ്ട്രോക്ക് വരാൻ പോകുന്നു എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അതിനു മുമ്പ് ഏതാനും മണിക്കൂറുകൾ, സ്ട്രോക്കിലേക്ക് ഒരാൾ എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കുറെ ലക്ഷണങ്ങൾ നമ്മളുടെ ശരീരം കാണിക്കും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ ബി ഫാസ്റ്റ് എന്നുള്ള ഒരു അൽഗോരിതത്തിൽ നമുക്ക് പെടുത്താം. അതിൽ ബി എന്ന് പറയുന്നത് ബാലൻസ്, ആളുടെ ബാലൻസ് തെറ്റുക, എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് വേച്ച് പോവുക, വീഴാൻ പോവുക, തല ഇറങ്ങുന്നത് പോലെ പോവുക, ഇതൊക്കെയാണ് ഒരു സിംറ്റം. പിന്നെ ഇ എന്ന് പറയുന്നത് ഐ, കാഴ്ചയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട്, കണ്ണിന് കാഴ്ചയ്ക്ക്, അതായത് കാഴ്ച ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കണ്ണിന് മുമ്പിൽ ഒരു ഇരുട്ട് വ്യാപിക്കുക, വെളിച്ചത്തിലേക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ട് വരിക, അങ്ങനത്തെ കണ്ണിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ എഫ് എന്ന് പറയുന്നത് ആളുടെ ഫേസിൽ വരുന്ന മാറ്റമാണ്. അപ്പോൾ നമ്മളുടെ തലച്ചോറ് പലപ്പോഴും തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ വലത്ത് ഭാഗം നമ്മുടെ ശരീരത്തിന്റെ ഇടത്ത് ഭാഗത്തുള്ള അവയവങ്ങളെയും തലച്ചോറിന്റെ ഇടത് ഭാഗം വലത് ഭാഗത്തെ അവയവങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു നമ്മളുടെ കോശങ്ങളുടെ നാശം വന്നത് എന്നനുസരിച്ചായിരിക്കും ഇതിരിക്കുന്നത്. അതിനനുസരിച്ച് മുഖം ഏതെങ്കിലും ഒരു വശത്തേക്ക് കോടിപ്പോകും. അതൊക്കെ ചിരിക്കുമ്പോഴൊക്കെ അയാളുടെ മുഖം ഇങ്ങനെ കോടിപ്പോവുക, വർത്തമാനം പറയുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കോടുക, അങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. പിന്നത്തേത് എ ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആം എന്നാണ്. പക്ഷെ ഇവിടെ കൈ മാത്രമല്ല കാലും അതിനകത്ത് പെടുന്നുണ്ട്. നമ്മളുടെ കൈകാലുകൾ നമുക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ വരിക, അതല്ലെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റാതെ വരിക, കൈ ഉയർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും തനിയെ അത് താന്നു പോവുക, കൈകാലുകൾ ശരിയായ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയാതെ വരിക, അങ്ങനെ, അല്ലെങ്കിൽ കൈക്ക് വേദന അനുഭവപ്പെടുക, അങ്ങനെ കൈക്കും കാലിനും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അത് ഏതെങ്കിലും ഒരു ഭാഗത്തെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ എസ് എന്ന് പറയുന്നത് സ്പീച്ച് ആണ്, വർത്തമാനം. ആള് വർത്തമാനം പറയുന്നതിനിടയ്ക്ക് പെട്ടെന്ന് സ്റ്റോപ്പായി പോവുക, അതല്ലെന്നുണ്ടെങ്കിൽ വർത്തമാനം പറയുന്നതിന് അത് വാക്കുകൾ അയാൾക്ക് കിട്ടാതെ വരിക, ഇനി എന്താണ് പറയേണ്ടത് എന്നുള്ളത് മറന്നു പോവുക, വാക്കുകൾ കൊഴിയുക, അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാകാം. പിന്നെയുള്ള ടി എന്ന് പറയുന്നത് ടൈമാണ്, അതായത് സമയം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും ടൈം കളയരുത്, എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് ചെറിയ ലക്ഷണങ്ങൾ കൂടെ ഉണ്ടാകാം. അതിലൊന്നാമത്തേത് അതിശക്തമായിട്ടുള്ള അകാരണമായിട്ടുണ്ടാകുന്ന തലവേദനയാണ്. ഈ ഒരു തലവേദന സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ ഏറ്റവും പീക്കിലെത്തും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിനെ തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. അതായത് ഇടിമുഴക്കം പോലെ, ഇടിമുഴക്കം വരുന്ന ആ ഒരു പൊട്ടിത്തെറി പോലത്തെ തലവേദന. അപ്പൊ പേഷ്യന്റ് ചിലപ്പോൾ പറയും, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു തലവേദന താങ്ങാൻ പറ്റുന്നില്ല, ഇതുപോലത്തെ ഒരു തലവേദന ഇനി മുകളിൽ മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കാണാം. അതൊരു ലക്ഷണമാണ്. അതിന്റെ കൂടെ ഇയാൾക്ക് ചിലപ്പോൾ മണം നഷ്ടപ്പെട്ടെന്ന് വരാം, ചിലപ്പോ കേൾവി പോയി എന്ന് വരാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ സ്പീച്ചിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ കുഴച്ചിലുകൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നത്, ഏറ്റവും പൊതുവെ മുൻകൂറായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങൾ. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ കാരണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. പ്രഷർ, കണ്ടമാനമുള്ള രക്താതിസമ്മർദ്ദം,
നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ എന്താണ് അതിന്റെ ഒരു ശരിയായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടാനും രക്തക്കുഴലുകൾ പൊട്ടാനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂട്ടുന്നു. ഇത് സ്ട്രോക്കിലേക്ക് എന്താണ് എത്തിച്ചേക്കാം. കാരണം തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇത് രക്തസമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രോക്ക് ഉണ്ടാക്കാം. പിന്നെ പ്രമേഹം, ഷുഗർ, ബ്ലഡിൽ ഷുഗർ കൂടി കഴിയുമ്പോൾ നമ്മുടെ ആ ബ്ലഡിന്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ട ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ട് അത് കുറച്ചും കൂടെ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് രക്തക്കുഴലുകളിൽ കൂടി നേരായ രീതിയിൽ പമ്പ് ചെയ്യാതെ വരികയോ ശരിയായ രീതിയിൽ അതിന് ഒഴുകാൻ പറ്റാതെ വരികയോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാം, ബ്ലോക്ക് സംഭവിക്കാം. അങ്ങനെ പ്രമേഹം ചിലപ്പോൾ സ്ട്രോക്കിലേക്ക് എത്തിച്ചേക്കാം. കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ദുശീലങ്ങള്, അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം. പുകവലിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന പറയുന്ന രാസവസ്തു രക്തക്കൊഴലുകളിൽ പോയി ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുന്നുണ്ട്. പിന്നെ കൊഴുപ്പ് അധികം അടിയുന്നത്, അമിതവണ്ണം നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള നമുക്കിപ്പോ ഉള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളും കാലക്രമേണ സ്ട്രോക്കിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, നമ്മളിപ്പോ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് മെന്റൽ സ്ട്രെസ്സുകളിൽ കൂടെ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മാനസിക പിരിമുറുക്കം കൂടി വരുമ്പോൾ അതും സ്ട്രോക്കിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇതിന്റെ ട്രീറ്റ്മെന്റ് ശരിക്കും നമ്മൾ ഈ ലക്ഷണങ്ങൾ, ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ, ബി ഫാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും വൈകാതെ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. അപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഏതെങ്കിലും അടുത്തുള്ള PHCയിലേക്ക് ഒന്നുമല്ല കൊണ്ടുപോകേണ്ടത്, എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ, അപ്പൊ CT, MRI പോലെയുള്ള ഡയഗ്നോസ്റ്റിക് മെക്കാനിക്സ് ഒക്കെ 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അവിടെ ഒരു ന്യൂറോ സർജൻ അല്ലെങ്കിൽ ന്യൂറോ സർജറി വിഭാഗം അതിന്റെ 100% എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എത്രയും വേഗം എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ 1 മണിക്കൂറിനുള്ളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്ത് അയാളെ 100% നമുക്ക് ജീവിതത്തിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. സമയം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ റിസ്ക് കൂടി വരും. അതിന്റെ അനുസരിച്ച് അതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ചാൻസും കൂടും. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അവരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. വരാതിരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങളൊന്നും വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ നമ്മളിപ്പോ പിന്തുടരുന്ന ജീവിത ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇരുന്നുള്ള ജോലി ചെയ്യുന്നു, യാതൊരുവിധ ആക്ടിവിറ്റികളിലും ഏർപ്പെടുന്നില്ല. അതിനനുസരിച്ച് നമ്മുടെ ശരീരം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമിതവണ്ണം, അമിതഭാരം, ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരിക. അമിതമായിട്ട് നമ്മളുടെ ശരീരത്തെ, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ, ബേക്കറിയിൽ നിന്നുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ്, അധിക എണ്ണ ചേർത്തിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക, മൈദ ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്ന പഴങ്ങള്, പച്ചക്കറികൾ, ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ വീട്ടിൽ തന്നെ എല്ലാം പാചകം ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക.